മച്ചന്മാരെ റിക്സിൻ ചാലക്കുടിയുടെ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പെട്രോൾ പമ്പിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. ആ പെട്രോൾ പമ്പിൽ തന്നെയാണ് ഇപ്പോൾ ഒന്നും ഞാൻ പറയണില്ല, കാരണം ആ വീഡിയോ ഡിലീറ്റ് ആയി പോയി. അതുകൊണ്ടാണ് ഇങ്ങനെ ഇൻട്രോ എടുക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഈ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. നമുക്ക് അതേപോലെ തന്നെ ആ മേളിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്താം. അപ്പോൾ ഇന്നത്തെ ദിവസം ഊബറിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു അന്നത്തെ ദിവസം വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 മണിക്ക് ഞാൻ ഓൺലൈനിലാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം ഇപ്പോൾ ഓൺലൈനിലാക്കി പള്ളിക്കരയിൽ തന്നെ കിടക്കായിരുന്നു. ആ വീഡിയോ പോയ കാരണമാണ് ഈ ഒരു ഭാഗം എടുക്കണേ. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോക്ക് കിടക്കാം. അപ്പം മച്ചന്മാർ ഞാൻ ആ സ്പോട്ടിൽ തന്നെ ഇട്ട് കിടക്കണ പെട്രോൾ പമ്പിൻ്റെ അവിടെ തന്നെ ഒരു ഓട്ടം പോലെ അടിച്ചിട്ടില്ല. ഇപ്പം സമയം 6:20 1 മണിക്കൂറോളായി. ഞാൻ പിന്നെ ഉറങ്ങണമെന്ന് പറഞ്ഞു, പിന്നെ ഉറങ്ങിയൊന്നുമില്ല. വീഡിയോ ഒക്കെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിപ്പോൾ അതൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് പിന്നെ ഉറക്കം നടന്നില്ല. ഇനിയിപ്പോൾ ഈ ട്രിപ്പുള്ള സമയത്ത് ഇവിടെ കിടന്നിട്ട് കാര്യമില്ലെന്ന് തോന്നുന്നു. വെറുതെ സമയം കാട്ടി കളഞ്ഞിട്ട് കാര്യമില്ല. ഈ സമയത്തൊക്കെ ഇവിടുന്ന് കാക്കനാടേക്ക് ആകെ 8 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ പിന്നെ കാക്കനാട് ആ ഒരു ഭാഗത്തേക്ക് ഒരു 5 കിലോമീറ്റർ എങ്കിലും കാലടിച്ച് പോകാമെന്ന് വിചാരിക്കണേ. ഇവിടെ ഇങ്ങനെ കിടന്ന് വെറുതെ ഉള്ള ഹോട്ടലുള്ള ടൈം വെറുതെ കാട്ടിക്കളയണ്ടല്ലോ. വഴിയിലെ കൂടെ അത്യാവശ്യം വണ്ടികളൊക്കെ ആയി തുടങ്ങിയിട്ടാ, ട്രിപ്പില്ല. അപ്പോൾ എന്തായാലും പതുക്കെ ഇവിടുന്ന് തെറിക്കുക, അത് നല്ലത്, വെറുതെ സമയങ്ങളുണ്ടല്ലോ. പിന്നെ മച്ചന്മാരെ നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ട്രിപ്പ് അടിച്ചിട്ട് മാച്ച് ട്രിപ്പായിരുന്നേ. മറ്റേ ഇവിടെ ആലുവയ്ക്കാന്ന് തോന്നുന്നു, പെരിയാർ നഗർന്നാണ് കാണിച്ചിരുന്നത്. 200 സംതിങ് എത്ര ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ലൊക്കേഷൻ ചെയ്യാം. 2 കിലോമീറ്റർ അപ്പുറത്താണ്. ഇത് എങ്ങോട്ട് പോകേണ്ടതെന്ന് കാണിക്കണില്ലല്ലോ. എന്തായാലും നോക്കാം. മച്ചന്മാരെ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് 251.72 പൈസയായിട്ട് ഫസ്റ്റ് ട്രിപ്പിൽ കിട്ടിയ മറ്റേ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആയിരുന്നു. ഇപ്പോൾ അതേ മുസ്ലിം പള്ളിയുടെ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട്, പാലത്തിൻ്റെ അടുത്ത്. അവിടെ നിന്ന് കുറച്ച് നീനോ പാർക്കിംഗ് ആണല്ലോ അവിടെ. ഇവിടെ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്നാലും പതുക്കെ ഇവിടെ വലിയ പ്രശ്നമില്ല മറ്റോടത്ത് അത്ര. അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് പതുക്കെ കയറ്റിയിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് എവിടേക്കൊക്കെ കിട്ടുകയെന്ന് അറിയില്ല, കിട്ടോടത്തേക്ക് പോവാം. രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് യാത്രയിൽ അടിച്ചിട്ടാ. യാത്രയിൽ എന്തോ സ്ഥലത്തിൻ്റെ പേരായിട്ട് 206 രൂപയുടെ. അപ്പോൾ 600 മീറ്റർ അപ്പുറത്ത് കസ്റ്റമർ ഉണ്ട്, പിക്ക് ചെയ്യാൻ പോകാട്ടാ. അപ്പോൾ മച്ചന്മാരെ നമ്മൾ യാത്രയിൽ കിട്ടിയ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കേരള സഫാരിയിൽ കിട്ടിയത് അത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയ ആ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഭക്ഷണം കഴിച്ച് കൊണ്ടിരിക്കൽ ഊബറിലൊരു അടി അടിച്ച് ആ ട്രിപ്പ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്ത് ആളെ കസ്റ്റമറിനെ ഡ്രോപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വീണ്ടും കേരള സഫാരിയിലൊരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം എന്തായാലും 3 കിലോമീറ്ററോളം ഉണ്ട് പിക്കപ്പ് പോയിന്റ്. പിന്നെ ഊബറിലടിച്ച ട്രിപ്പിലും 4 കിലോമീറ്ററോളം പിക്കപ്പ് പോയിന്റ് ഉണ്ടായിരുന്നു. അപ്പം എന്തായാലും ഇനിയിപ്പോൾ അതും കൂടി കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, യൂബറിലായാലും യാത്രയിലായാലും റാപ്പിഡോയിലായാലും ഏത് ആപ്പായാലും അതിപ്പോൾ ഓലയിലായാൽ പോലും അതെ, നമ്മൾ അന്നത്തെ ദിവസം ഒരു ട്രിപ്പ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ആപ്പിലായിരിക്കും നമുക്ക് പിന്നെ ഓട്ടം വന്നുകൊണ്ടിരിക്കും. ഇപ്പം ഇന്ന് കേരള സഫാരിയിൽ ഒരു ട്രിപ്പ് ആക്സെപ്റ്റ് ചെയ്ത കാരണം പിന്നെ വീണ്ടും കേരള സഫാരിയിൽ ഇനി അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വൈകുന്നേരം വരെ ഇടയ്ക്ക് ഓട്ടങ്ങൾ കിട്ടും. പക്ഷെ ആദ്യത്തെ ദിവസം നമ്മൾ ഒറ്റോട്ടം കിട്ടിയിട്ട് അക്സെപ്റ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം കേരള സഫാരിയിൽ നമുക്ക് കിട്ടണ ഓട്ടോ എടുക്കാനും പറ്റില്ല. ആ ഒരു സെറ്റപ്പ് ആയിരിക്കും. അത് റാപ്പിഡോയിലായാലും അങ്ങനെ തന്നെ കേട്ടാ. ഊബറിൽ പിന്നെ എപ്പോഴും ഓട്ടോ ഉള്ളത് കൊണ്ട് അങ്ങനത്തെ ഒരു ഇത് വരാറില്ല. എന്നാലും ബാക്കിയുള്ള ആപ്പുകളിലൊക്കെ അങ്ങനെയുണ്ട്, ഓലയിലായാലും അതെ, എല്ലാത്തിലും ഉണ്ട് കേട്ടാ. അപ്പം എന്തായാലും ഇനി ഇതും കൂടിയും ചെയ്യാം. പിന്നെ ഇപ്പോൾ 10 കിലോമീറ്റർ ഇപ്പം ഉണ്ടായിരുന്ന പൈസ കുറവായിരുന്നു കേട്ടോ. കസ്റ്റമറിൻ്റെ നിന്ന് 10 കിലോമീറ്റർ ഡ്രോപ്പ് ചെയ്തിട്ട് കസ്റ്റമറിൻ്റെ നിന്ന് മേടിച്ചത് 200. നമുക്ക് കിട്ടിയത് എത്രയാണെന്ന് ഞാൻ നോക്കിയില്ല, 100 സംതിങ് എത്രയാണ്ട് ഉണ്ടായുള്ളൂ. ഇതിക്ക് മുമ്പ് ഉണ്ടായിരുന്ന മറ്റേ യാത്രയിൽ ട്രിപ്പ് 8.5 കിലോമീറ്റർ ഇപ്പം 8.5 കിലോമീറ്റർ ഡ്രോപ്പായിരുന്നു. അതിൽ നമുക്ക് കിട്ടിയത് എത്രയാണ്, 206 രൂപ നമുക്ക് കിട്ടിയിട്ടെ, കമ്മീഷനൊന്നും ഇല്ലാണ്ട്. അതിക്ക് മുമ്പത്തെ ട്രിപ്പിൽ നമുക്ക് 15 കിലോമീറ്റർ പോയിട്ട് 250 രൂപ കിട്ടി. അപ്പോൾ യാത്രയിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട്. കിലോമീറ്ററിന് ഒരു 25 രൂപയുടെ അടുത്തൊക്കെ വെച്ച് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് മറ്റേതിനകത്ത് നേരത്തെ കിട്ടിയത് 15 രൂപയായിരുന്നു കിലോമീറ്റർ കിട്ടിയത്. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ്. എന്തായാലും പിക്ക് ചെയ്തിട്ട് കാണാം. ട്രിപ്പ് ഇത് കറക്റ്റ് കംപ്ലീറ്റ് ചെയ്ത വഴി തന്നെ നമ്മൾ ഊബർ ഓഫ്ലൈനിലാണ് പോകുന്നത്. എല്ലാ ട്രിപ്പ് എടുത്തിട്ടും എത്തണേലും ഒരു 2 മിനിറ്റ് മുമ്പാകുമ്പോൾ ഞാൻ ഓൺലൈനിലാക്കാറുണ്ട് ഊബർ. അപ്പോൾ അതെ കറക്റ്റ് ടൈമിങ്ങിൽ നമുക്ക് അടുത്ത ട്രിപ്പ് അടിച്ചിട്ടാ. ഇതിവിടെ അടുത്തുനിന്ന് തന്നെയാണ് പിക്കപ്പ് അടിച്ചേക്കണേ. മറ്റേ എടപ്പള്ളിക്കാണ് 200 സംതിങ് ആണ്ടായിരുന്നു തോന്നുന്നു കാണിച്ചത്. പിന്നെ എന്താണ് മറ്റേ ഉറക്കം വന്നിട്ട് പാടില്ല, നല്ല ഉറക്കം വരുന്നുണ്ട്.
ഞാൻ എവിടെയെങ്കിലും സൈഡായിട്ട് ഉറങ്ങിയാലോ എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് വീണ്ടും ട്രിപ്പ് അടിച്ചത്. അപ്പം പിന്നെ എന്തായാലും ഇതും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനെ നടക്കട്ടെ. ട്രിപ്പ് ഒന്ന് ഷോക്ക് അടുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓഫ്ലൈനിലാക്കിയിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങും. എന്നിട്ട് പിന്നെ ഓടുള്ളൂ. ഇപ്പോൾ വെയിലില്ലാത്ത കാരണം എന്തായാലും AC ഒന്നും ഇടേണ്ടി വരില്ല. ഇപ്പം എന്തായാലും ഇത് എടുക്കാം. സമാരം അത് കഴിഞ്ഞ് സ്പോട്ടിൽ തന്നെ വേറൊരു ട്രിപ്പ് അടിച്ചായിരുന്നു കേട്ടോ. ആസ്റ്റർ മെഡിസിറ്റിക്ക് ആയിരുന്നേ. ഇപ്പം ആസ്റ്ററിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുത്തെ പാർക്കിങ്ങിൽ വെയിറ്റ് ചെയ്ത് കിടക്കാം. അടുത്ത ട്രിപ്പ് അടിക്കണമെന്ന് നോക്കി കിടക്കാം. പിന്നെന്താ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വേറെ നമ്മളിത് ആസ്റ്റർ മെഡിസിറ്റിയിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ നേരമായി. നമ്മൾ എത്ര മണിക്ക് അവിടെ എത്തിയെന്ന് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഒരു 2 മണിക്കൂറായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടാ. അതാണ് അതിൻ്റെ ഇടയിലൊന്നും വീഡിയോ എടുക്കാണ്ടിരുന്നത്. ഇടയിലൊരൊറ്റ ട്രിപ്പ് പോലെ അടിച്ചില്ല. അത് ഇപ്പം തന്നെ ഒരു 5 മിനിറ്റ് മുമ്പ് റാപ്പിഡോയിൽ ചെറിയൊരു അടി വന്നായിരുന്നു കേട്ടോ. 300 സംതിങ്ങിൻ്റെ ഒരു അടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് മിന്നിപ്പോക്കായിരുന്നു, കാര്യമൊന്നും ഉണ്ടായില്ല. അതേപോലെ തന്നെ നമ്മൾ വണ്ടി പാർക്കിങ്ങിലേക്ക് കയറ്റി ഇടുന്ന ടൈമിങ്ങിൽ തന്നെ യാത്രയിലൊരു മിന്നിപ്പോക്ക് ഉണ്ടായിരുന്നു, കിട്ടിയില്ല. 400 ആയിരുന്നു. റാപ്പിഡോയിൽ യാത്രയിലൊക്കെ അത്യാവശ്യം റേറ്റിൻ്റെ ഓട്ടങ്ങളൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പോരണ വഴിയിൽ നമുക്ക് ഒരു ഓലയിൽ ഒരു അടി വന്നു 163 കളമശ്ശേരിയിലെത്തിയ സമയത്ത്. അതൊക്കെ തന്നെ ഇവിടെ വന്നിട്ട് ഊബർ ചത്തു കേടാ, ഒരു രക്ഷയില്ല. ഓൺലൈനിലൊക്കെ കിടക്കുന്നുണ്ട് വെറുതെ പേരിന് മാത്രം. ആരും എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇവിടെ നിന്നേ പേഷ്യൻസൊക്കെ ആയാലും അതേപോലെ തന്നെ ഇനിയിപ്പോൾ ഡോക്ടറെ കാണാൻ വന്നവരൊക്കെ ആയാലും ഒരു ഉച്ചക്ക് അറിയുമെന്ന് തോന്നുന്നു. അതുവരെ ഇവിടെ ഇങ്ങനെ വെറുതെ കിടക്കേണ്ടി വരും. ചൂടെടുത്തിട്ട് പാടില്ല. നല്ല ഉറക്കുറങ്ങി. വന്നപ്പം വെയിലുണ്ടായിരുന്നില്ല. ഇപ്പം ചൂടായി തുടങ്ങിയപ്പോൾ വിശർത്തു. ഞാൻ കുറച്ച് നേരം AC ഇട്ടു, ഓഫ് ചെയ്തു, വീണ്ടും വിശർത്തു. ഇനി പുറത്തേക്ക് ഇറങ്ങാൻ പോവാ. ഇനി അകത്തിരിക്കൽ നടക്കൂല. അപ്പം എന്തായാലും ഞാൻ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പ്ലാനിൽ നിൽക്കണം. ഇനിയിപ്പോൾ വണ്ടിയിലകത്തിരിക്കാൻ പറ്റില്ല. ഒരു ഉറക്കം ഉറങ്ങി 1 മണിക്കൂറോളം കുഴപ്പമില്ലാത്ത രീതിയിലൊന്നും ഉറങ്ങി. ചെറുതായിട്ട് സ്വപ്നമൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. അപ്പം അപ്പോഴേക്ക് അളിയൻ്റെ കൂടെ വന്നപ്പോൾ പിന്നെ എഴുന്നേറ്റു. അങ്ങനെ എന്താണ് പേടിച്ച് വെറുതെ കൊതിപ്പിച്ച്. ഞാൻ ഓട്ടമായിരിക്കുന്നു, മെസ്സേജ് ആയിരുന്നു. അവൻ ഇനി ബാക്കി നോക്കാട്ടാ. അങ്ങനെ വെച്ചമാരെ നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ടാ. ലുലു മാളിക്കാണ്. മാച്ച് ട്രിപ്പായിരുന്നു 185. ആ മാച്ച് തന്നെ 2 മിനിറ്റ് മുമ്പ് വന്നിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ കിട്ടിയില്ല. അപ്പം എന്തായാലും പിക്ക് ചെയ്യാൻ പോകട്ടാ. ഇപ്പോൾ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് വേറൊരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്, കലൂർക്ക് കേട്ടാ. അപ്പം എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം. ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് 148 രൂപ 63 പൈസ കേട്ടോ കിട്ടിയിരിക്കണേ. ആ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ട് പിന്നെ നേരെ വേറെ ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല. ഞാനപ്പോൾ എവിടെയെങ്കിലും വണ്ടി ഒതുക്കാൻ പറ്റിയ സ്ഥലം കിട്ടുകയാണെങ്കിൽ വണ്ടി ഒതുക്കിയിട്ടേ ഫുഡ് അടിക്കാനുള്ള ഒരു പരിപാടി തന്നെയാണ് ഇപ്പം നിൽക്കണത്. 1:21 ടൈം. നന്നായിട്ട് ചെറുതായിട്ട് വിശക്കുന്നുണ്ട്, നന്നായിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഓഫ് ചെയ്തിട്ടില്ലേ. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കിട്ടിയതിന് ശേഷം ഓഫ് ചെയ്യണുള്ളൂ. അല്ലെങ്കിൽ പിന്നെ വെറുതെ ഓഫും ചെയ്തിട്ട് വണ്ടി പാർക്ക് ചെയ്യാനും സ്ഥലം കിട്ടൂല. ലാസ്റ്റ് ഫുഡും കഴിക്കാൻ പറ്റില്ലെങ്കിൽ മോശം അവസ്ഥയാണ്. അപ്പോൾ എന്തായാലും വണ്ടി പാർക്കിങ് കണ്ടു കഴിഞ്ഞാൽ അപ്പം ഓഫ് ചെയ്യും. അച്ഛന്മാരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് CNG കുറച്ച് കുറവായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു 3.5 കിലോമീറ്റർ കാലി പോകുന്നു. ഇതിവിടെ വൈറ്റില CNG പമ്പിൽ വന്നിട്ട് CNG അടിച്ച് ഫുൾ ടാങ്കാക്കി. ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇതിപ്പോൾ ഓൺലൈനിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ആക്കിയുള്ളൂ. ഒരു 1.5 മണിക്കൂറായി നമ്മളിപ്പോൾ ഓഫ്ലൈനിൽ വന്നിട്ട്. ഇപ്പോൾ സമയം 2:31 1:15 ഞാൻ ഓഫ് ചെയ്തായിരുന്നു. അങ്ങനെ അപ്പം എന്തായാലും ഓൺലൈനിലാക്കിയിട്ടുണ്ട്. ഈ നേരം വരെ നമ്മൾ ഓടിയിരിക്കണത് യാത്രയിലും മറ്റേ എന്താണ് ഊബറിലും കൂടി ആകെ ഓടിയിരിക്കണത് 1700 അടുത്തായിട്ടുള്ളൂ. അപ്പം എന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്കൊരു 3 രൂപയാണ് ടാർജറ്റ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ പോകാണ്ട് വന്നിട്ട് അത്രയിലും കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ റെസ്റ്റ് ഒന്നുമില്ല. ഇനി മാക്സിമം കിട്ടണതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് ഓടുന്ന പരിപാടി. ഇപ്പോൾ എന്തായാലും CNG ഒക്കെ ഫുള്ളാക്കിയിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ എന്തായാലും മറ്റേ അച്ഛനൊന്ന് വിളിച്ച് നോക്കണം കേട്ടോ. പുള്ളീനെ വിളിച്ചിട്ടൊന്ന് കൺഫേം ചെയ്യണം. പമ്പിൻ്റെ അവിടെ വെയിലോടെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് വണ്ടി അവിടെ നിന്ന് നീക്കി. ഇത്ര നേരം അവിടെ തന്നെയായിരുന്നു. ഇപ്പം 3:01 കേട്ടോ. ഒരു ഓട്ടോ അടിച്ചിട്ടുണ്ട്. നെടുമ്പാശ്ശേരി എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി എയർപോർട്ടിലേക്ക് തന്നെയാണെന്ന് അറിയില്ല. എന്തായാലും പിക്ക് ചെയ്യാൻ പോവാം. ഇപ്പോൾ ക്ലോസ് ചെയ്തു. എയർപോർട്ടിലേക്ക് അല്ലായിരുന്നു, ആലുവയിൽ നിന്ന് കുറച്ച് ഇപ്പുറത്തേക്കായിരുന്നു, പറമ്പയം. ഇവിടെ നിന്ന് എയർപോർട്ടിലേക്ക് 5-6 കിലോമീറ്ററോളം ഉണ്ട്. പക്ഷെ ഇവിടെ എത്തിയ സമയത്ത് തന്നെ എനിക്ക് റാപ്പിഡോയിലൊരു ട്രിപ്പ് അടിച്ച് 293 രൂപയ്ക്ക് എയർപോർട്ടിലേക്ക് ഇട്ടാം. റാപ്പിഡോയിൽ അത്യാവശ്യം എടുക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് എടുത്തില്ല. എടുക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ആലുവയിൽ വെച്ച് വേറൊരു ട്രിപ്പ് അടിച്ച് ഊബറിൽ.
റിസർവേഷൻ ട്രിപ്പായിരുന്നു. ഞാനതപ്പോൾ അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അത് അതിലും വലിയ മണ്ടത്തരായി പോയി. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നാവിഗേഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ 4 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് ആണ് ഡ്രോപ്പ് കാണിക്കണേ. അത് 160 രൂപയുടെ സംതിങ്ങിൻ്റെ ഓട്ടമായിരുന്നു. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഗുണമില്ല. പിന്നെ അത് മാത്രമല്ല 4:15 പിക്കപ്പ്. ഞാനിവിടുന്ന് അവിടെ ഓടിയെത്തി ഈ പറഞ്ഞ പോലെ ചെയ്തു വരുമ്പോഴത്തേക്കിന് ടൈമാവും. വെറുതെ കുറേ ടൈപ്പിന്. അത് മാത്രമല്ല എനിക്ക് ഇന്നലെ ഒരു മണ്ടത്തരം പറ്റി. ഞാൻ 6 മണിക്കൂർ, നമുക്ക് 14 മണിക്കൂറാണ് ഊബറിൽ ഡ്രൈവിങ് ടൈം. അപ്പോൾ ആ എയർപോർട്ട് ഓട്ടം തന്നെ വീണ്ടും കിട്ടിയിട്ടാ 265 രൂപയ്ക്ക്. കിട്ടിയില്ല, അത് പോയി. എനിക്ക് കിട്ടുമെന്ന് നോക്കാം. അപ്പം എന്നിട്ട് മണ്ടത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ 14 മണിക്കൂറാണ് നമുക്ക് ഡ്രൈവിങ് ടൈം. ആ 14 മണിക്കൂർ ഞാൻ ഇന്നലെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 6 മണിക്കൂർ ഓഫ്ലൈനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പിന്നെ വീണ്ടും 14 മണിക്കൂർ കിട്ടുള്ളൂ. ഇന്നലെ ഞാൻ 6 മണിക്കൂർ ഓഫ്ലൈനിൽ പോയില്ല. 5 മണിയായപ്പോഴത്തേനും ഓൺലൈനിൽ കയറി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി 3 മണിക്കൂർ 6 മിനിറ്റും മാത്രം ഊബറിൽ ഇനി ഓൺലൈനിൽ, അതായത് ട്രിപ്പ് കിട്ടി ഓടാൻ പറ്റുള്ളൂ. അപ്പോഴത്തേനും ഞാൻ വീണ്ടും ഓഫ്ലൈനിൽ പോകണം, എന്നാലേ എനിക്ക് ട്രിപ്പ് കിട്ടുള്ളൂ. അപ്പം അതൊരു മണ്ടത്തരാണ്. അപ്പം എന്തായാലും പിന്നെ മാത്രമല്ല പോരുന്ന വഴിയിൽ നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സൈഡാക്കി നിർത്തിയേക്കണം കേട്ടോ, നന്നായിട്ട് ഒതുക്കിയിട്ടിട്ടേക്കണേ. ആ ഇറക്കിയേക്കണ കസ്റ്റമേഴ്സിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഇട്ടേക്കണേ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഉറങ്ങാനുള്ള പ്ലാനിങ്ങിലാണ്. ഒക്കെ ഊബർ എന്തായാലും ഓഫ് ചെയ്യാൻ പോവാം. അങ്ങനെ വെച്ചാൽ വരുന്നത് ഇപ്പം 5 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങി. ഒരു കോള് വന്നപ്പോൾ എഴുന്നേറ്റു. കമ്പനി കോളായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് തെറിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഓൺലൈനിലാക്കിയിട്ടുണ്ട് ഊബർ. മറ്റേ റാപ്പിഡോയും യാത്രയും ഓൺലൈനിൽ തന്നെയായിരുന്നു. പക്ഷെ ഒരു അടി പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അതങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ അടിക്കണം നോക്കിയിട്ട് ഇവിടെ തന്നെ ഇരിക്കും. അങ്ങനെ മച്ചന്മാരെ അവിടെ കിടന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ ഗുണമൊന്നും ഇല്ലാണ്ടായപ്പോൾ പതുക്കെ എയർപോർട്ടിൻ്റെ അവിടേക്ക് പോന്നു. എന്തായാലും കുറച്ച് നേരം ക്യൂവിലൊക്കെ കിടന്ന് വല്ല ലോങ് ട്രിപ്പ് എങ്ങാനും കിട്ടാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടുള്ളൂ എന്നുള്ളൊരു മൈൻഡിൽ. ഇനിയിപ്പോൾ അധികം നേരം ഓടാൻ പറ്റില്ലല്ലോ. അപ്പം ആ ഒരു മൈൻഡിൽ ഞാൻ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ വിമാനം പൊന്തണെന്താ വ്യൂ പോയിന്റിൽ വന്ന് ചുമ്മാ കുറച്ച് നേരം ഇതൊന്ന് നോക്കി കണ്ടിരിക്കാമല്ലോ എന്നുള്ളൊരു മൈൻഡിൽ ഇങ്ങോട്ട് വന്നിട്ടാ. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായി ഇവിടെ വന്നപ്പോൾ കണ്ട 2 സൈഡിലും ഇങ്ങനെ കെട്ടിയേക്കണ്ട. നേരത്തെ ഇവിടെയൊക്കെ നമുക്ക് സൈഡിൽ വണ്ടി ഒതുക്കാനുള്ളൊരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ഇങ്ങനെ കെട്ടിയിട്ടാ. ഇപ്പോൾ ശരിക്കും എല്ലാവരും വണ്ടി വഴിയിലാണ് ഒതുക്കിയിട്ടേക്കണം എല്ലാവരും. മുന്നായിരുന്നപ്പോൾ നമുക്ക് വണ്ടി ഒതുക്കിയിടാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നിട്ടാ. ഇപ്പോൾ ആൾക്കാരെല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കണോണ്ടാണോ എന്താണെന്നറിയില്ല. ഇപ്പോൾ അങ്ങനെ നിർത്തിടാൻ പറ്റില്ല. ഞാനിവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കാലോ എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും നടക്കില്ല. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും പോവാം, അത് നടക്കുള്ളൂ. എന്തായാലും ഇവിടെ ഇപ്പോൾ വണ്ടിയുടെ സ്ഥലമില്ല. അപ്പോൾ പിന്നെ നമ്മളിവിടെ വെറുതെ വഴിയുടെ സൈഡിലിട്ട് വെറുതെ ഫൈൻ മേടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം എന്തായാലും നമ്മൾ പതുക്കെ തെറിച്ചോണ്ടിരിക്കണേ കേട്ടാ. വിമാനമൊന്നും കാണുന്നില്ല കേട്ടാ. ഒന്നും നിലവിലില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ പൊന്താനൊന്നുമില്ല. എന്തായാലും പതുക്കെ ഇവിടെ നിന്ന് തെറിക്കാം. നമ്മൾ ഇടാറുള്ള സ്ഥിരം സ്പോട്ടിലേക്ക് തന്നെ പോവാം. ഇവിടെ കിടന്നിട്ട് പിന്നെ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ കിടക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും അത് നടക്കൂല കേട്ടാ. മച്ചാന്മാർ നമ്മൾ എയർപോർട്ടിൽ തന്നെ കിടക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് ക്യൂ ഇപ്പോഴും 96-100 അപ്പം നമുക്കൊരു പേഴ്സണൽ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ട് വഴി ഒരു പേഴ്സണൽ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ കേട്ടോ. തൃശ്ശൂരല്ല, തൃപ്രയാർ ആ ഒരു ഭാഗത്തേക്ക്, പെരിങ്ങോട്ടുകര ആ ഒരു ഭാഗത്തേക്ക് പേഴ്സണൽ ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റിനകം വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ ഓഫാക്കിയിട്ടില്ല. 10 മിനിറ്റിനകം വിളിക്കാമെന്ന് പറഞ്ഞേക്കണ കാരണം എന്തായാലും ഓഫാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ എങ്ങാനും ക്യാൻസൽ ആവുകയാണെങ്കിലും. പിന്നെ പെരിങ്ങോട്ടുകരയ്ക്കുള്ള ട്രിപ്പ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് മാക്സിമം വരെ ഓടിയിട്ട് വീട്ടിലേക്ക് പോവുള്ളൂ. അച്ഛൻ്റെ ട്രിപ്പ് വേണ്ടാന്ന് വിളിക്കും. ഇവരിപ്പോൾ വിളിച്ച് കൺഫേം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ ഞാനിപ്പോൾ അച്ഛനെ വിളിച്ചിട്ട് പറയും ഇന്നത്തെ ട്രിപ്പ് എടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ എന്തായാലും പിന്നെ നടക്കൂല. നമ്മൾ തൃശ്ശൂർ പോയി അവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് പോകലും നടക്കൂല. അപ്പോൾ എന്തായാലും അച്ഛനെ വിളിച്ച് പറയണം. ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഭാഗത്താണെങ്കിൽ വരാമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഭാഗത്തുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വരാം. വേറെ ഭാഗത്തേക്ക് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ വരില്ല. പിന്നെ അച്ഛൻ്റെ പെങ്ങളുണ്ട്. അപ്പോൾ പെങ്ങൾ കൊണ്ടാക്കാമെന്നാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ചെല്ലാണെന്നുണ്ടെങ്കിൽ പെങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ള രീതിയിലായിരുന്നു അച്ഛൻ നിൽക്കണത്. അപ്പോൾ എന്തായാലും അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ പെങ്ങളുടെ ഒപ്പം പോയിരിക്കുള്ളൂ. വീട്ടിൽ വണ്ടിയുണ്ട്.
അപ്പം അങ്ങനെ അപ്പം എന്തായാലും നമുക്ക് നോക്കാം, അവർ വിളിക്കുമെന്നുള്ളത് നോക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ തൃശ്ശൂർ ചെന്നിട്ട് അവിടെ നിന്ന് ഓൺലൈനിലാക്കിയിട്ടിട്ട് വല്ല ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ എടുത്ത് വീട്ടിലേക്ക് പോവും. ട്രിപ്പ് കിട്ടുകയാണെങ്കിൽ എടുത്ത് വീട്ടിലേക്ക് പോവും. അതൊക്കെയാണ് പ്ലാനിങ്. അപ്പം എന്തായാലും നോക്കാം. നമുക്ക് തൃശ്ശൂർ എത്തിയിട്ട് ഇപ്പം എന്തായാലും സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും തൃശ്ശൂർ എത്തുമ്പോഴത്തേനും ഒരു 8 മണി എന്തായാലും ആവും. അപ്പം പിന്നെ എങ്ങനെയാണെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. നമുക്ക് ഊബറിൽ ട്രിപ്പ് അടിച്ചിട്ടാ തൃശ്ശൂർക്ക്. ഏത് വൈബ്, അമ്പാടി വൈബ് തൃശ്ശൂർക്ക്. 91-95 കിടക്കണേ. ട്രിപ്പ് അടിച്ചത് മറ്റേ മാച്ച് ട്രിപ്പായിരുന്നു. പക്ഷെ വേറെ കാര്യം ഉണ്ടായിരുന്നു. സാധാരണ മാച്ച് ട്രിപ്പ് അടിക്കുമ്പോൾ ടൈം കിട്ടാറില്ല, ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും പോവും. പക്ഷെ ഇത് സാധാരണ നമ്മുടെ നോർമൽ അടിക്കണ പോലെ തന്നെ റഡാർ ട്രിപ്പ് അടിച്ച്. എന്താണെന്നറിയില്ല. നമുക്ക് ഇനിയിപ്പോൾ മറ്റേ കസ്റ്റമർ വിളിക്കുകയാണോ, അത് വിളിച്ചില്ലെങ്കിൽ അതും പോയി ഇതും പോയി ഒക്കെ പോകും. എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം, വേറെ പണിയൊന്നുമില്ലല്ലോ. നോക്കിക്കൊണ്ടിരിക്കുക ഇങ്ങനെ. അപ്പൊ മച്ചന്മാരെ ഇപ്പൊ സമയം 7:30 ഇട്ടാ. മറ്റവര് വിളിച്ചില്ല, അവര് പോയി തോന്നുന്നു വേറെ ഏതോ വേണ്ടില്ല. ഞാൻ അവരെ കുറെ പ്രാവശ്യം വിളിച്ചു, ഒരു രക്ഷയില്ല, ഒരു റെസ്പോണ്ടും ഇല്ല, കോൾ എടുക്കണമില്ല. മര്യാദക്ക് ആ തൃശ്ശൂർ എടുത്തിട്ടേക്ക് പോയാൽ മതിയായിരുന്നു. ഇപ്പൊ ഞാൻ ആകെ മൂഞ്ചി. ഇനിയിപ്പോ ആ ഒരു മാച്ച് ട്രിപ്പ് കുറെ നേരം അടിച്ചിട്ട് കിട്ടാത്തോണ്ടാവും തോന്നുന്നു. ഇനിയിപ്പോ വേറെ മാച്ച് ട്രിപ്പ് ചിലപ്പോ ഒരെണ്ണകാലം അടിച്ചാലുള്ളൂ. അത് എത്ര മണിക്ക് അടിക്കാൻ എന്താണെന്നും പറയാൻ പറ്റൂല. ഒന്നാമത് ഇന്നലത്തെ ഉറക്ക ക്ഷീണുണ്ട്. ഇനിയിപ്പം മറ്റേ അച്ഛൻ്റെ ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് 70 കിലോമീറ്റർ ഇവിടെ നിന്ന് കാലി പോകണം. എനിക്കിപ്പോ ഈ നേരമായില്ലേ, വേറെ ട്രിപ്പും കിട്ടിയില്ല. എറണാകുളത്താണെങ്കിൽ ഒരു 50 കിലോമീറ്റർ കാലി പോയാൽ മതിയായിരുന്നു സിറ്റിയിലാണെങ്കിൽ. ഇതിപ്പോൾ അതുമില്ല ഇതുമില്ല ഒന്നുമില്ലാണ്ടായിപ്പോയി, മൂഞ്ചിപ്പോയി. പിന്നെ അച്ഛന് പിന്നെ വേറെ അച്ഛൻ്റെ വീട്ടിൽ കാറുണ്ട് കേട്ടാ. പിന്നെ പെങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ മൈൻഡിലാണ് നമ്മളെ വിളിച്ചത്. അപ്പോൾ ഇനിയിപ്പോൾ അത് എനിക്കിപ്പോൾ മൊത്തത്തിൽ സത്യം പറഞ്ഞെങ്കിൽ വീട്ടിലേക്ക് പോകാനാണ്. എനിക്കിപ്പോൾ വീട്ടിലേക്ക് പോയാൽ മതി എന്നുള്ളൊരു മൈൻഡ്. മൊത്തത്തിൽ മൂഡ് പോയി, പ്രാന്തായിട്ടാണ് നിൽക്കണത്. ഇപ്പം എന്ത് ചെയ്യുക, അവർക്കെന്നാ ഒരു വാക്ക് വിളിച്ച് പറഞ്ഞാൽ മതി, വണ്ടി വേണ്ടാന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മതി. അവർ ഞാൻ പില്ലർ നമ്പർ വരെ പറഞ്ഞു കൊടുത്തു. ഞാൻ 29ാമത്തെ പില്ലർ നമ്പറിൻ്റെ അവിടെ വന്നാൽ മതി. കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഓക്കെ, ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു. ഒരു രക്ഷയില്ല കേട്ടാ. അങ്ങനെ മച്ചന്മാരെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം 8 മണിക്ക് നമുക്കൊരു ട്രിപ്പ് അടിച്ചിട്ട്, 8 മണി അല്ല 7:51 എറണാകുളത്ത് സൗത്തിലേക്കാണ് ട്രിപ്പ് അടിച്ചേക്കണേ. മാച്ച് ട്രിപ്പ് ആയിരുന്നു കേട്ടാ. ക്യൂവിൽ തന്നെയായിരുന്നു. കുറേ നാളുകൾ നേരത്തിന് ശേഷമാണ്. മറ്റൊരു പറ്റിച്ച് മേടിച്ചിട്ട് എടുക്കണുണ്ടായിരുന്നില്ല. ഇപ്പം എന്തായാലും ഇത് എടുത്തിട്ട് നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകാട്ടാ. അപ്പോൾ മച്ചന്മാരെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പം 11 മണി ആയിട്ടുണ്ട്. ഊബറിൻ്റെ മെസ്സേജ് നമ്മുടെ എയർപോർട്ട് ട്രിപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ വന്നിരുന്നു. 1 മണിക്കൂറും 25 മിനിറ്റും മാത്രമേ ഇനി ഓൺലൈനിൽ കിടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ലൊക്കേഷനുടെ കുറച്ച് ബുദ്ധിമുട്ടി. നമ്മുടെ കോട്ടയത്തേക്കാണ് ഇട്ടത്. അത് കിട്ടിയത് ഞെക്കിയത് വെച്ച് കൊടുത്തു. അങ്ങനെയാണ് സെറ്റപ്പ്. ഞാനിപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ സെറ്റായിട്ട് ഇരിക്കണേ. ഇപ്പോൾ സമയം 11 മണി. നമുക്ക് എയർപോർട്ട് ട്രിപ്പ് കഴിഞ്ഞിട്ട് ഒരു മാച്ച് ട്രിപ്പ് 100ൻ്റെ കലൂർക്കും കിട്ടി. കലൂരിൽ നിന്ന് റാപ്പിഡോയ്ക്ക് കാക്കനാടും കിട്ടി. ഇപ്പോൾ നമ്മൾ കാക്കനാടാണ്. 1.5 മണിക്കൂറായി അവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് പതുക്കെ തെറിക്കാം. അപ്പോൾ അച്ഛന്മാർ നമ്മളിതിപ്പോൾ ഇവിടെ നമ്മുടെ ഏതാണ്ടൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്റർ കൂടുതലുണ്ട് അച്ഛൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ നമ്മളിത് ഇവിടെ എടുത്ത് ഒരു പെട്രോൾ പമ്പുണ്ട്, തൊട്ടപ്പുറത്തെ പെട്രോൾ പമ്പാണ്. അപ്പോൾ അതിൻ്റെ ബസ്സിൻ്റെയും ഒരു ട്രാവലറിൻ്റെ ഇടയിൽ കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഇവിടെ കിടന്നുറങ്ങാൻ പോവാണ്. അലറാം 2 ഫോണിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4:30 എഴുന്നേക്കണം. ഇവിടെ നിന്ന് 20 മിനിറ്റാണ് കാണിക്കണേ. എന്തായാലും ഒരു 4:30 ഇവിടെ നിന്ന് പോവാം. അച്ഛൻ്റെ വീണ്ടും ഉമ്മറത്തായിട്ട് അവിടെ കേട്ട് കിടക്കാം. ആ ഭാഗത്തൊന്നും 24 പെട്രോൾ പമ്പൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് 10 കിലോമീറ്റർ ഇപ്പുറത്ത് വന്ന് കിടക്കണേ. അതും പമ്പ് അന്വേഷിച്ച് ഞാൻ വന്ന്, അതായത് പമ്പ് അന്വേഷിച്ച് 6 കിലോമീറ്റർ എക്സ്ട്രാ വെറുതെ കൂടിയിട്ടാ. ഈ സമയത്തൊക്കെ പരിചയമില്ലാത്ത സ്ഥലത്ത് പമ്പിൻ്റെ അവിടെ കിടക്കണത് നല്ലത്. അതുകൊണ്ടാണ് ഇവിടെ സൈഡാക്കി കിടക്കണത്. അപ്പം അങ്ങനെ. അപ്പം എന്തായാലും ഇനി ബാക്കിയുള്ളത് അച്ഛനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം കേട്ടാ. അച്ഛന്മാരെ ഇപ്പം സമയം 4:30 ആയിട്ടുണ്ട്. ഭയങ്കര മഴയാണ് പുറത്ത്. ഈ പമ്പിൻ്റെ അവിടെ ഉണ്ടെന്നാണ് നമ്മൾ കിടന്നത്. അപ്പോൾ അതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകാനാണ്. അപ്പോൾ ഇനി അച്ഛൻ്റെ അവിടേക്ക് ഇനി ടൈമുണ്ട്. ഇവിടെ നിന്നൊരു 20-something മിനിറ്റ് ഉണ്ട്. മഴയല്ലേ. അപ്പം എന്തായാലും നേരത്തെ പതുക്കെ തെറിക്കാം കേട്ടാ. ഇനി അച്ഛന് ലേറ്റ് ആവാണാവോ. നമ്മൾ അച്ഛനെ ഇവിടെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടാ. ഇപ്പം സമയം 7:15 ആയിട്ടുണ്ടാവും തോന്നുന്നു. ഇതിനകത്ത് 7:34 കാണിക്കണം. കറക്റ്റ് ടൈം അല്ല അതിൽ. ഒരു 7:15 ആയിട്ടുണ്ടാവണം. അപ്പോൾ
അങ്ങനെയാണ് പരിപാടികൾ. അപ്പം എന്തായാലും ഇത്രയ്ക്കുള്ള കാര്യങ്ങൾ. അപ്പം എന്തായാലും കണക്കും കാര്യങ്ങളൊക്കെ എന്തായാലും വീട്ടിൽ ചെന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞു തരാട്ടാ. അപ്പം അങ്ങനെ അച്ഛന്മാരെ നമ്മൾ അച്ഛൻ്റെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് വീട്ടിൽ 8 മണിയായപ്പോൾ എത്തിയിട്ടാ. ഇപ്പം ഞാനൊരു ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. നമ്മൾ അതായത് ഇന്നലെ പള്ളിക്കര പമ്പിൽ നിന്ന് തിരിച്ച് ഇപ്പം ഞാൻ വീട്ടിലെത്തിയിരിക്കുന്നത് വരെ 382 കിലോമീറ്റർ കൂടുതലായിട്ടുണ്ട്. 3 ഘട്ട CNG ആണ് ഇപ്പം നിലവിൽ ബാക്കിയുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും കാൽക്കുലേഷനും കാര്യങ്ങളേക്ക് കിടക്കാട്ടാ. അപ്പോൾ അതെ കേട്ടോ, ട്രിപ്പ് ഇട്ട് വെച്ചിട്ട് 382.4 കിലോമീറ്റർ 3 ഘട്ട CNG ആണ് കേട്ടുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ആകെ ഓടിയിരിക്കുന്നത് 2309 രൂപയ്ക്കാണ് കേട്ടോ. നമ്മുടെ മറ്റേ 49 രൂപ പ്ലാറ്റ്ഫോം ഫീയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടിപ്പ് കിട്ടിയിട്ടുണ്ട്. 25 രൂപ ആരാണ് വിട്ടേ, ആരാന്നറിയില്ല, ഒരാൾ ടിപ്പ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് 2309 രൂപ കേട്ടോ. 2309 ഊബറിലും 466 യാത്രി, അതായത് കേരള സവാരിയിൽ 229 രൂപയാണ് റാപ്പിഡോയിൽ ഓടി. അവർ 250 അയച്ചിട്ടുണ്ട്. പിന്നെ ഒരു 10-20 ഒക്കെ ആയിട്ട്, അങ്ങനെ 10-20 അല്ല, 1 രൂപ 2 രൂപയ്ക്ക് ആയിട്ട് കൂടുതലായിട്ട് വേണമെങ്കിൽ ഒരു 10 രൂപയും കൂടി കൂട്ടിയെടുക്കാം. അങ്ങനെ 3035 രൂപയ്ക്കാണ് കേട്ടോ നമ്മളൊന്ന് മൊത്തം ഓടിയേക്കണേ. പിന്നെയെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ നിന്ന് കിട്ടിയത് 2040 അതിൽ 60 പോയി. അപ്പോൾ 1980 60 രൂപ നമ്മുടെ എയർപോർട്ടിൻ്റെ പൈസ കേട്ടോ. അങ്ങനെ നമുക്ക് ആകെ കിട്ടിയിരിക്കുന്നത് 50 രൂപ അല്ല 5015 രൂപ കേട്ടോ. 50 രൂപ 5015 രൂപ കേട്ടോ. അതായത് ഇന്നലെ നമ്മൾ വെളുപ്പിന് 5 മണിക്ക് ഇറങ്ങി, ഇന്നിപ്പോൾ രാവിലെ 8 മണി, അതായത് 24 മണിക്കൂർ പ്ലസ് 3 27 മണിക്കൂർ കൊണ്ടാണ് നമുക്ക് 5015 രൂപ കിട്ടിയേക്കണം കേട്ടോ. അതിനകത്ത് നമ്മൾ രാവിലെ 60 രൂപയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചപ്പോൾ 120 പിന്നെ അതേപോലെ തന്നെ വൈകുന്നേരം 90, പിന്നൊരു 40, പിന്നെ ഇന്ന് രാവിലെ ഒന്നും കഴിച്ചില്ല, അത്രയൊക്കെ തന്നെ. അങ്ങനെ 4705 രൂപ ബാലൻസും. CNG നമ്മൾ ഫസ്റ്റ് മറ്റേ പമ്പിൽ നിന്ന് നമ്മുടെ ഏതാണ് നമ്മുടെ വൈറ്റിലയിൽ നിന്ന് നമ്മളൊരു 543 രൂപയ്ക്ക് അടിച്ചു. രണ്ടാമത് നമ്മൾ അച്ഛനെടുക്കാൻ പോണ വഴിയിൽ നമുക്ക് CNG പമ്പൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ കാക്കനാട് കഴിഞ്ഞിട്ട് നമ്മൾ CNG അടിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ 358 രൂപയ്ക്കാണ് CNG അടിച്ചേ. അങ്ങനെ ബാലൻസ് എന്ന് പറയുന്നത് 3804. നമ്മൾ വീട്ടിൽ നിന്ന് വണ്ടി എടുക്കുമ്പോൾ 7 ഘട്ട CNG നമ്മുടെ വണ്ടിയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ 3 ഘട്ടേ ഉള്ളൂ. അപ്പോൾ അതായത് നമ്മൾ ഇനി ഇതിൽ നിന്നും കുറച്ചും കൂടി ഒരു 304 കാണിച്ചേക്കുന്നത്, അതും കുറച്ചു. അങ്ങനെ 3500 രൂപയാണ് കേട്ടോ നമ്മുടെ ബാലൻസ്. അതായത് 27 മണിക്കൂറോളം ഓടിയിട്ട് നമുക്ക് കിട്ടിയേക്കണ ബാലൻസ് ആണ്. അതിൻ്റെ ഇടയിൽ കുറച്ചൊക്കെ നമ്മൾ കിടന്നുറങ്ങി റെസ്റ്റ് ചെയ്തു കേട്ടോ. വലിയ കാര്യമായിട്ട് റെസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല, ശിവനൊന്നും ഉറങ്ങാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. ഇത് ഇപ്പോഴാണ് ഉറങ്ങിയത് വീട്ടിൽ വന്നിട്ട്. അപ്പോൾ 3500 രൂപയാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കണേ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ കാര്യം. ുള്ള മച്ചന്മാരെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ എന്താണ്, ഇതേപോലുള്ള വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇന്നിപ്പോൾ ഉറക്കൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയമൊക്കെ ഉണ്ട്. ചിലപ്പോൾ പറ്റുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം പോയിട്ട് വീട്ടിലേക്ക് വരാനുള്ള സെറ്റപ്പിൽ ഓടും. അല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ റെസ്റ്റ്. എന്താണെന്ന് തീരുമാനിച്ചിട്ടില്ല. എന്തായാലും അച്ഛൻ്റെ ട്രിപ്പ് എടുത്തത് നമുക്ക് വലിയ ലാഭം എന്ന് പറയാനൊന്നുമില്ല. ആ സമയത്ത് ആയതുകൊണ്ട് നല്ലൊരു മൈലേജും കിട്ടി. പിന്നെ അങ്കമാലിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വീട്ടിലേക്ക് സുഖമായിട്ട് വരാമല്ലോ. അങ്ങനെയൊന്നല്ല, 70 കിലോമീറ്റർ കാലി എടുത്തിട്ടൊക്കെയാണ് 382 കിലോമീറ്ററൊക്കെ. ആ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 160 കിലോമീറ്ററിൻ്റെ അടുത്തായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാൻ പിന്നെ അത് എന്തായാലും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റ ദിവസം നമ്മൾ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഓടിയിട്ട് നമുക്ക് കിട്ടുന്നത് ബാലൻസ് ഇതേപോലെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, 1500 1800 ഒക്കെയാണ്.
ആ സമയത്ത് നല്ല മൈലേജ് ഉള്ളത് കൊണ്ട് നമുക്കൊരു 500 രൂപയുടെ പെട്രോളൊക്കെ ആ ഒരു ഓട്ടത്തിന് വന്നിട്ടുള്ളൂ, CNG വന്നിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ട്രിപ്പ് എടുക്കാൻ കാരണം. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് 1500 കിട്ടിയില്ല. പക്ഷെ കാര്യമില്ല, എന്നാലും നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ കാര്യമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, അവിടെ നിന്ന് 1.25 മണിക്കൂർ വേണമായിരുന്നു അച്ഛൻ്റെ വീട്ടിലേക്ക്. അച്ഛനെ കയറ്റി കഴിഞ്ഞിട്ട് 2.25 മണിക്കൂറോളം എടുത്തു ഡ്രോപ്പ്. അതായത് ആ ഓട്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ 4 മണിക്കൂറാണ് കാട്ടിക്കളഞ്ഞിരിക്കുന്നത് നമ്മളെ സമയവും. അപ്പോൾ 4 മണിക്കൂർ, പക്ഷെ എന്നാലും കുഴപ്പമില്ല. ഞാൻ ഇന്നപ്പോൾ വീട്ടിൽ റെസ്റ്റ് എടുക്കാന്നുള്ളൊരു മൈൻഡിലാണ് അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഇന്നലെ കാലടിച്ച് വീട്ടിൽ പോയിട്ട് പക്ഷെ രാവിലെ ഇറങ്ങൂല ഞാൻ. അപ്പോഴും ഈ 1500 എനിക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ ഇന്നത്തെ ഒരു ദിവസം മൊത്തം റെസ്റ്റ് എടുക്കാമല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഇറങ്ങണമെങ്കിൽ ഇറങ്ങാമെന്നുള്ളൊരു മൈൻഡിലാണ് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട്, ലാഭത്തിൻ്റെ ആ ഒരു കണക്ക് നോക്കിയിട്ടല്ല. അപ്പോൾ അങ്ങനെ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.